നടിയെ ആക്രമിച്ച കേസിൽ വൈകാരിക പ്രതികരണവുമായി അതിജീവിതയ്ക്കെതിരായ രണ്ടാം പ്രതി മാർട്ടിൻ്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രതികരണം. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, അതിജീവിതയ്ക്ക് ഒപ്പമാണ് സംസ്ഥാന സർക്കാർ, സംസ്ഥാനം ഒന്നാകെ. പക്ഷേ ആ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന നിലപാടുകൾ വിധി വന്നതിന് ശേഷവും ശിക്ഷ ആയതിനു ശേഷവും ആ കുറ്റവാളികൾ നടത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാർട്ടിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും മറ്റുമൊക്കെ. അതിനെതിരായിട്ടാണ് അതിജീവിത വളരെ വൈകാരികമായി ഈ വിഷയത്തെ അടയാളപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് അതിജീവിത പറയുന്നത്? അജിംഷാദ്, ഈ വിധി വന്നതിന് ശേഷമാണ് ഈ മാർട്ടിൻ അതിജീവിതയെ ഉൾപ്പെടെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോ അത് പ്രചരിച്ചത്. വളരെ മോശം അധിക്ഷേപമാണ് ഈ വീഡിയോയിൽ എമ്പാടും ഉണ്ടായത്. അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് താൻ ഇക്കാലം അത്രയും നടത്തിയ നിയമ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായൊരു കുറിപ്പ് അതിജീവിത തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ പങ്കുവച്ചത്. അതിൽ വാചകങ്ങൾ ഇങ്ങനെയാണ്: തനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ ഉടൻ പോലീസിൽ പരാതിപ്പെട്ട് നിയമ നടപടി ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയതെല്ലാം താൻ ചെയ്ത തെറ്റാണ് എന്നാണ് അതിജീവിതയുടെ അതിവൈകാരികമായ കുറിപ്പ്. സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും വീഡിയോ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് പലരും കുറ്റപ്പെടുത്തുമായിരിക്കാം. അവരോട് എന്ത് പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു എന്നൊക്കെ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ രണ്ടാം പ്രതി എടുത്ത വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും തനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിജീവിത പറയുന്നു: നിങ്ങൾക്കോ കുടുംബത്തിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. താൻ ഇരയല്ല, അതിജീവിതയുമല്ല, സാധാരണ മനുഷ്യനാണ്. ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെയാണ് അതിജീവിത വളരെ വൈകാരികമായി ഈ കുറിപ്പിൽ പറയുന്നത്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ മാർട്ടിൻ്റെ വീഡിയോ പ്രചരിച്ചിരുന്നു. അതിൽ അതിജീവിതയെ ഉൾപ്പെടെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അതിജീവിത തന്നെ പരാതിയുമായി രംഗത്ത് വരികയുണ്ടായി. അതിജീവിത മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കണ്ടു. അതിനുശേഷം തൃശ്ശൂർ DIG ഹരിശങ്കറിനാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. ഒപ്പം ഈ മാർട്ടിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചവർ ആരൊക്കെയാണ് അവരുടെ ലിങ്കുകൾ ഉൾപ്പെടെ കൈമാറിക്കൊണ്ടാണ് അതിജീവിത ഈ പരാതിക്കൊപ്പം ഈ ലിങ്കുകളടക്കം കൈമാറിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ സിറ്റി സൈബർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. കേസെടുത്ത് അന്വേഷണം നടത്തി വരികയുമാണ്. ഇതിനിടയിലാണ് ഈ മാർട്ടിൻ്റെ അടക്കം വീഡിയോ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ട അതിജീവിത ഇത്തരത്തിൽ വളരെ വൈകാരികമായ, ഇത് ഉമേഷ്, ഇത് വൈകാരികത എന്നതിനപ്പുറത്തേക്ക് അടയാളപ്പെടുത്തേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. കാരണം ആ അതിജീവിത എഴുതുന്ന കുറിപ്പിൽ ഓരോന്നും സ്ത്രീവിരുദ്ധമായ, പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൻ്റെ ആക്ഷേപങ്ങൾക്കെതിരെയുള്ള കൃത്യമായ മുൾമുനകളുണ്ട് അതിൽ. കാരണം അതിജീവിത അതിൽ എണ്ണിപ്പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതുടനെ പോലീസിൽ പരാതിപ്പെടരുതായിരുന്നു അല്ലേ, അത് ചോദിക്കുകയാണ്. കാരണം ഈ ഇത്തരം പീഡനങ്ങൾക്കൊക്കെ ഉൾപ്പെട്ട് ആകെ തകർന്ന ട്രോമയിലാകുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ അതിജീവിതമാർ പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ റിക്കവറിയായി വന്നിട്ടാണ് പരാതി സാധാരണ കൊടുത്തു കാണുന്നത്. അപ്പോൾ ഈ പുരുഷ കേന്ദ്രീകൃത കോമാളികൾ പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും നാൾ കൊടുക്കാൻ വൈകി എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. ചടുലമായി തന്നെ അവൾ പരാതിയുമായി മുമ്പോട്ട് പോയി. അത് ഏറ്റെടുത്ത് അവൾക്കൊപ്പം നിന്ന ഒരു സർക്കാരും സംവിധാനവും ഇവിടെ ഉണ്ട്. എന്നിട്ടും അതിജീവിതയെ അധിക്ഷേപിക്കാൻ പുതിയ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ പുരുഷ കേന്ദ്രീകൃതമായ ഈ അധമന്മാർ രൂപപ്പെടുത്തുന്ന എല്ലാവിധ കാര്യങ്ങളോടുമുള്ള സാമൂഹിക വിമർശനാധിഷ്ഠിതമായ കാര്യങ്ങളാണ് അവിടെ അതിജീവിത അടയാളപ്പെടുത്തുന്നത്. ഓരോ കാര്യങ്ങളും ഓരോ വരിയിലും ക്ലാസിക്കലായ അർത്ഥങ്ങളുണ്ട്. അതെ അജിംഷാദ്, ആ തരത്തിൽ തന്നെ നമുക്കത് വ്യാഖ്യാനിക്കാം. കാരണം ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഒരാളാണ് അതിജീവിത. വലിയ മാനസികമായും ശാരീരികമായും ഒട്ടേറെ തകർന്ന അവസ്ഥയിലായിരുന്നു അതിജീവിത. പക്ഷേ ആ രാത്രി തന്നെ ഇത്തരത്തിൽ നിയമ പോരാട്ടത്തിന് തുടക്കമിട്ടിരുന്നു എന്നുള്ളതാണ്. അന്ന് മുതൽ തുടങ്ങിയ നിയമ പോരാട്ടം അത് 8 വർഷത്തിലധികം
നീണ്ടു. അതിനൊടുവിൽ ഈ കേസിൽ വിധി വരികയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അന്വേഷണ സംഘം കണ്ടെത്തിയ മുഴുവൻ പേരെയും കുറ്റക്കാരെ കോടതി കണ്ടെത്തിയതുമില്ല. ഈ പശ്ചാത്തലത്തിലും അതിജീവിത ഒരു കുറിപ്പ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ തന്നെ അതിജീവിത പ്രതികരിച്ചിരുന്നു. ഇതിൽ ശിക്ഷാവിധി അടക്കം വന്നതിന് ശേഷം മാത്രമല്ല നാമൊക്കെ ഒരു പരിമിതി കൊണ്ട്, വാക്കുകളുടെ പരിമിതി കൊണ്ട് പലപ്പോഴും ഇരയെന്ന് ഉപയോഗിക്കാറുണ്ട്. അവരോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഉമേഷ് ഇരയെന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിനെയും അവൾ പറയുന്നു ഇരയല്ല, അതിജീവിതയല്ല, സാധാരണ മനുഷ്യനാണ്. കാരണം ഈ പകർത്തിയ അധമന്മാരാണ് കുറ്റവാളികൾ. അവരാണ് തലകുനിക്കേണ്ടത്, ലജ്ജിക്കേണ്ടത്, അല്ലാതെ താനല്ല എന്ന സന്ദേശമുണ്ട്. കാരണം ഞാൻ അവരുടെ നഗ്നചിത്രങ്ങളല്ല എടുത്തത് എന്ന് പരാമർശിക്കുന്ന വാക്കുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അതിജീവിതയുടെ വാക്കുകൾ അടയാളപ്പെടുത്തേണ്ടതാണ് കൃത്യമായി. മാത്രമല്ല ഈ മാർട്ടിൻ എന്ന കുറ്റവാളി വിധി വന്ന ദിവസം വലിയ മെലോഡ്രാമ കോടതിയിൽ കാണിച്ച് കരഞ്ഞു വിളിച്ച ആളാണ്. മാത്രമല്ല ഈ കുറ്റകൃത്യം നടന്ന സമയത്ത് വലിയ ഡബിൾ ഏജൻറ്റ് കളിച്ച ആളാണ്. ഡ്രൈവറായി ഇരുന്നുകൊണ്ടുമൊക്കെ ഇവരുടെ പക്ഷമാണ് അവരുടെ പക്ഷമാണെന്നൊക്കെ തോന്നിപ്പിച്ച് വലിയ രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ച അധമൻ കൂടിയാണ് ഈ മാർട്ടിൻ എന്ന കുറ്റവാളി, ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുന്ന കുറ്റവാളി. അതിജീവതയ്ക്കൊപ്പം ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.